എന്താണ് ഷാഫി പറമ്പിലിൻ്റെ പല നേതാക്കളുമായിട്ടുള്ള അന്തർധാരാന്നുള്ള അന്വേഷിക്കും. പാലക്കാട് നഗരസഭയിലെ ഭരണം എങ്ങനെയാണ് BJP ഭരിക്കുന്നത് അന്വേഷിക്കും. മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തു, 22-ാം തീയതി സ്കൂട്ടറിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് മണിക്കൂർ ഉണ്ടാകുമ്പോൾ എന്നെ മാത്രം റിജക്റ്റ് ചെയ്ത് സിമ്പിൾ വാക്കോറിന് വേണ്ടി ഷാഫി പറമ്പിൽ അയാൾ മത്സരിച്ച ആളെ ജയിപ്പിക്കാൻ നോക്കുക. ഞാൻ പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ട് നിലവിൽ ഇപ്പോൾ പ്രസിഡന്റാണ്. വീണ്ടും അതേ പ്രസിഡന്റിലേക്കാണ് ഞാൻ നോമിനേഷൻ നൽകിയത്. എൻ്റെ നോമിനേഷൻ മണിക്കൂറുകൾക്ക് മുമ്പിൽ അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് പാലക്കാടിൻ്റെ MLA ഷാഫി പറമ്പിലിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അത് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. എന്ത് കാരണം ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ RSSനെതിരെ BJPക്കെതിരെ നിരന്തരമായി സമരം നടത്തുകയാണ്, CPMനെതിരെ നിരന്തരമായി സമരം നടത്തുകയാണ്. ഞാൻ പാലക്കാട് ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ ട്രിപ്പും തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചത്. ഈ ട്രിപ്പും ഞങ്ങൾക്ക് സംബന്ധിച്ചോളം വളരെ സിസ്റ്റമാറ്റിക്കായി പാലക്കാട് ഞങ്ങൾ വോട്ടുകൾ ചേർത്തി സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോമിനേഷൻ നൽകിയപ്പോൾ സിമ്പിൾ വാക്കോറിന് വേണ്ടി ഗ്രൂപ്പ് പാലക്കാട് അസംബ്ലി ചരിത്രത്തിൽ പിടിച്ചിട്ടില്ല. അത് പിടിക്കാൻ വേണ്ടി ഈ ഒരു അട്ടിമറി നടത്തിയതാണ്. അത് എന്നോടുള്ള ദേഷ്യം എന്താ വെച്ചാൽ, പുള്ളി പാലക്കാട് നഗരസഭയ്ക്കെതിരെ BJPക്കെതിരെ സമരം നടത്തുന്നതിൽ വിയോജിപ്പ് ധാരാളമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് എനിക്കെതിരെ പുള്ളി ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ ഓഫീസിൽ നിന്നാണ് 1000 രൂപ എമൗണ്ട് അടച്ചുകൊണ്ട് എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. വ്യക്തമായി ഒരു രീതിയിലും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പാലക്കാട് ശ്രമിച്ച ഷാഫി പറമ്പിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയണം. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയ്ക്കെതിരെ സമരം നടത്തിയപ്പോൾ ഷാഫി അത് തടഞ്ഞു എന്നത് അത് ഏതൊരു സമരത്തിനെതിരെയാണ്, അല്ലെങ്കിൽ ഷാഫി അത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം സദ്ദാമിന് നൽകിയത്? പാലക്കാട് ധാരാളം സമരങ്ങൾ ഞാൻ BJPക്കെതിരെ നടത്താറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു സമരം എന്ന് പറയുന്നത് ഫിറോസ് ഗോപിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സല്യൂട്ട് അടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ടിട്ട്, അപ്പോൾ ചെരുപ്പൂട്ട് എന്ന് പറഞ്ഞിട്ട് പാലക്കാട് നഗരത്ത് 5 വിളക്കിന് മുൻവശത്ത് വെച്ച് ഒരു സമരം നടത്തിയിരുന്നു. അതിലാണ് ഷാഫി പറമ്പിലിന് ഇൻസൾട്ടായി അങ്ങനെ നടത്തരുത്, എന്തിനാണ് നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് വളരെ എന്നെ ഭയങ്കരമായിട്ട് ചൂടാകലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പല സമരങ്ങളിലും പുള്ളിക്ക് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ പല തരത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിനെ സംബന്ധിച്ചോളം അത് പറഞ്ഞത് രീതികളിൽ വളരെ മോശമായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്തത്. ഒരു യുവജന പ്രസ്ഥാനം ഒരു പ്രതിപക്ഷം നിൽക്കുമ്പോൾ 7 കൊല്ലമായി പാലക്കാട് നഗരം BJPയാണ് ഭരിക്കുന്നത്. BJP ഭരിക്കുന്ന നഗരത്തിനെതിരെ ഈ യുവജന പ്രസ്ഥാനം എന്നുള്ള യൂത്ത് കോൺഗ്രസിന് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ തൊട്ട് നമ്മൾ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. അതല്ലാണ്ട് സ്ഥാനം കിട്ടിയപ്പോൾ സമരങ്ങൾ നടത്തിയ ഒരാളല്ല. അതിന് മുമ്പ് ചെറുപ്പം തൊട്ട് ഓരോ ബൂത്ത് പ്രസിഡന്റായിട്ടും അതിനുശേഷം നിയോജക മണ്ഡലം സെക്രട്ടറി ആയിട്ടും ഒക്കെ ഈ സമര പോരാട്ടങ്ങൾ നമ്മൾ നിന്നിട്ടുണ്ട്. ഈ ചരിത്രത്തിൽ കോൺഗ്രസ് ആണ് നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. കഴിഞ്ഞ 7 കൊല്ലമായിട്ടാണ് BJP ഭരിച്ചത്. അപ്പോൾ അതിനെതിരെ നമ്മൾ സമരം നടത്തുമ്പോൾ പല തരത്തിലും ഈ ഒരു ഫിറോസ് ഗോപിൻ്റെത് എടുത്തു പറയാണ്ടായിട്ടുള്ള കാരണം മാത്രമല്ല, പല സമരത്തിലും പുള്ളിക്കൊരു പുച്ഛം നിലപാടാണ് എന്നോട് ഉണ്ടായിട്ടുള്ളത്. എന്നോടൊന്നല്ല, അതെന്തിനാ ഇപ്പം നടത്തുന്നത് എന്നുള്ള സ്റ്റാൻഡാണ് പുള്ളിക്ക് ഉണ്ടായിട്ടുള്ളത്.